ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ രക്ഷകനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ മാന്യ കേൾവിക്കാർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനത്തോട് നിങ്ങൾ കാണിക്കുന്ന ബഹുമാനവും ദൈവവചന സന്ദേശങ്ങൾ കേൾക്കേണ്ടതിന് നിങ്ങൾ മാറ്റിവെക്കുന്ന സമയവും നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും അനുഗ്രഹമായിരിക്കും. ദൈവം തൻ്റെ വചനത്തിലൂടെ അയക്കുന്ന സകല വിടുതലുകളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് നിയോഗം നൽകിയ ഒരു തിരുവചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആ ദൂതിനാധാരമായി ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗവും 9-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗവും ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു. ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദാൻ ഗോത്രത്തിൽ സോരാധ്യനായ മനോഹ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായും ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതായിട്ടും ഈ രണ്ട് വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമനുഷ്യനാകുന്ന മനോഹ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് താൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് 8-ാമത്തെ വാക്യത്തിനകത്ത് നാം കാണുന്നു. കർത്താവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്നു ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. മനോഹ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഇതാണ്: കർത്താവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്നു ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ച് തരണം. താൻ ഒരു വാചകത്തിൻ്റെ അകത്ത് ഈ പ്രാർത്ഥന ദൈവത്തോട് അവതരിപ്പിക്കുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്നും 9-ാമത്തെ വാക്യത്തിനകത്ത് നാം മനസ്സിലാക്കുന്നു. തൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് താൻ പറയുന്ന ഒരു പദം, അതിൻ്റെ അകത്തു നിന്നൊരു സന്ദേശം, ഒരു ദൂത് നിങ്ങളോട് കൈമാറാൻ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു. താൻ പ്രാർത്ഥിക്കുന്ന കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ ദൂതൻ വീണ്ടും പ്രത്യക്ഷനാകണം. ഒരിക്കൽ പ്രത്യക്ഷനായി ജനിപ്പാനിരിക്കുന്ന തൻ്റെ കുഞ്ഞിനോട് പറഞ്ഞ അരുളപ്പാടുകൾ, ആ ദൂതൻ വീണ്ടും പ്രത്യക്ഷനായി അതേ അരുളപ്പാടുകൾ വീണ്ടും അറിയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് മനോഹ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിനകത്ത് ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ പദം ഞാൻ അതിനകത്ത് നടത്തിയെടുക്കുകയാണ്. തൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് കാണുന്ന ഒരു പദമുണ്ട്: വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനാകണം. താൻ പ്രാർത്ഥിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ഞാൻ ആവർത്തിക്കുന്നു: വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനാകണം. 9-ാമത്തെ വാക്യത്തിനകത്ത് നാം ഇങ്ങനെ കാണുന്നു: ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു, ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. ആ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. എന്താണോ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് അത് തന്നെ അവിടെ സംഭവിക്കപ്പെടുന്നു. വീണ്ടും ദൂതൻ പ്രത്യക്ഷപ്പെടണം. വീണ്ടും ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് ആ വാക്യങ്ങൾക്കകത്ത് നാം മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ എൻ്റെ കേൾവിക്കാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ എന്നോട് പറഞ്ഞ ദൂത് ഞാൻ പറയട്ടെ. ദൈവത്താൽ വീണ്ടും ചില കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കും. ഞാൻ ആവർത്തിക്കുന്നു: ദൈവത്താൽ വീണ്ടും ചില കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഒരിക്കൽ ഉണ്ടായിരുന്നിട്ട് നഷ്ടപ്പെട്ടവരും ഈ സന്ദേശം കേൾക്കുന്നവരുണ്ടായിരിക്കാം. അവരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു: നിങ്ങളിൽ വീണ്ടും അത് വന്നു ചേരും. ആവർത്തിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നവർ, ഈ വചനം സന്ദേശം കേൾക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, ദൈവിക പ്രവർത്തികൾ നിങ്ങളിൽ ആവർത്തിക്കപ്പെടും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വീണ്ടും ദൈവത്താൽ ചില കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കപ്പെടാൻ പോകുക. സമാധാനം അത് വീണ്ടും വെളിപ്പെടും. സന്തോഷം അത് വീണ്ടും വെളിപ്പെടും. വഴികൾ അത് വീണ്ടും വെളിപ്പെടും. ശുശ്രൂഷയുടെ തലങ്ങൾ അത് വീണ്ടും വെളിപ്പെടും. കുടുംബത്തിൻ്റെ അകത്ത് വേണ്ടുന്ന കാര്യങ്ങൾ
അത് വീണ്ടും വെളിപ്പെടും. വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് ആമേൻ നിങ്ങളിൽ വെളിപ്പെടേണ്ട ചില കാര്യങ്ങൾ അത് വീണ്ടും വെളിപ്പെടും. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ എൻ്റെ അകത്ത് നൽകിയ ദൂത് ഞാൻ ആവർത്തിക്കുന്നു. ദൈവത്താൽ വീണ്ടും ചിലത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ആവർത്തിക്കപ്പെടുന്ന ചില ദൈവപ്രവൃത്തികളിലേക്ക് സർവശക്തനായ ദൈവം നിങ്ങളെ നയിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഏതോ ചില മേഖലകൾക്കകത്തും വീണ്ടും ചിലത് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് തൻ്റെ വചനത്തിലൂടെ. വീണ്ടും ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ അകത്ത് വെളിപ്പെടുവാൻ പോകുക. വീണ്ടും ചില ദൈവിക ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടാൻ പോകുക. വീണ്ടും ചില കാര്യങ്ങൾ നിങ്ങളിൽ ദൈവത്താൽ സംഭവിക്കപ്പെടാൻ പോകുക. നിങ്ങളായിരിക്കുന്ന ജോലി മേഖലകൾക്കകത്ത്, നിങ്ങളുടെ ശുശ്രൂഷകൾക്കകത്ത്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത്, ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് വീണ്ടും ദൈവത്താൽ, സ്തോത്രം, ഞാൻ ആവർത്തിക്കുന്നു, വീണ്ടും ദൈവത്താൽ ചിലത് സംഭവിക്കാൻ പോകുകയാണ്. സ്തോത്രം. എത്ര പേർ അത് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുമോ അവരുടെ ജീവിതത്തിൽ വീണ്ടും ചില ദൈവപ്രവർത്തികൾ സംഭവിക്കപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. മനോഹി അത് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വീണ്ടും ദൂതൻ്റെ പ്രത്യക്ഷത. മനോഹ ദൈവത്തോട് വീണ്ടും ദൂതൻ്റെ പ്രത്യക്ഷത ആവശ്യപ്പെട്ട് ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ദൂതൻ പ്രത്യക്ഷനായെങ്കിൽ മനോഹയെപ്പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ വീണ്ടും ദൈവത്താൽ ചില ദൈവപ്രവർത്തികൾ നിങ്ങളിൽ വന്നു ചേരും. അത് പ്രാപിക്കുവാൻ, അത് കരസ്ഥമാക്കുവാൻ, അതിലൂടെ സഞ്ചരിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമുക്കും മനോഹയെപ്പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വീണ്ടും ചില കാര്യങ്ങൾ ദൈവത്താൽ നിങ്ങളിൽ സംഭവിക്കും.